Hi friends, welcome back to my channel. പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മൈസൂർ ചീരത്തോരനാണ്. മൈസൂർ ചീര കഴുകി നല്ലപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ കിളുന്ന തണ്ടോടുകൂടി വേണം പിച്ചെടുക്കാൻ. ഈ വേലിയറമ്പിലൊക്കെ നിൽക്കുന്ന ചീരയാട്ടോ ഇത്. മൈസൂർ ചീര ഞാനിവിടെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. വേവിച്ചെടുത്ത പയർ ഒരു അരക്കപ്പ്, തേങ്ങ ചിരകിയത്, 3 വറ്റൽമുളകും ചെറുതായി അരിഞ്ഞ ചുവന്നുള്ളിയും, 1/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ജീരകവും. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമുക്ക് ഇത് അരച്ചെടുക്കാം. അതിനുവേണ്ടി തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ജീരകം ഇട്ട് കൊടുക്കാം. കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ മുളക് പൊടിയും കൂടി ഇടാം. ഇവയെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇവയെല്ലാം കൂടെ ചെറുതായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയറ് കൂടി ഇട്ട് കൊടുക്കാം. ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അര സ്പൂൺ ഉപ്പ് കൂടി ഇടാം. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് 2 മിനിറ്റ് വേവിച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ മൈസൂർ ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്